ഗുംബാസ് ഇ ഷാഹി. ഇത് മൈസൂരിനടുത്തുള്ള ശ്രീരംഗപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രൗഢമായ ശവകുടീരം ടിപ്പുവിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. 1782-84 കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. തൻ്റെ മാതാപിതാക്കളായ ഹൈദരാലിയെയും ഫക്രുന്നീസയെയും അടക്കം ചെയ്യുന്നതിനായിട്ടാണ് ടിപ്പു ഇത് പണികഴിപ്പിച്ചത്. 1799 ടിപ്പു സുൽത്താൻ രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ അദ്ദേഹത്തെയും മാതാപിതാക്കൾക്കരികെ ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തത്. 36 കറുത്ത ഗ്രാനൈറ്റ് തൂണുകളാണ് ഈ നിർമ്മിതിയെ താങ്ങി നിർത്തുന്നത്. ഗുംബാസിൻ്റെ പ്രധാന വാതിലുകൾ ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ കൊത്തുപണികളാൽ സമ്പന്നമാണ്. യഥാർത്ഥ വാതിലുകൾ പിന്നീട് ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലേക്ക് മാറ്റപ്പെട്ടു. നിലവിലുള്ളത് ലോർഡ് ഡൽഹൌസി സമ്മാനിച്ചതാണ് കേട്ടോ. ഭിത്തികളുടെ ഉൾഭാഗം ടിപ്പുവിൻ്റെ പ്രിയപ്പെട്ട കടുവ വരകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. പ്രധാന കെട്ടിടത്തിനുള്ളിൽ മധ്യഭാഗത്തായി ഹൈദരാലിയുടെയും പടിഞ്ഞാറ് ഭാഗത്ത് ടിപ്പു സുൽത്താൻ്റെയും കിഴക്ക് ഭാഗത്ത് മാതാവായ ഫക്രുന്നീസയുടെയും ഖബറുകൾ സ്ഥിതി ചെയ്യുന്നു. മസ്ജിദുൽ അക്സ ഗുംബാസിനോട് ചേർന്ന് ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു പള്ളിയുമുണ്ട്. ഗുംബാസിന് സമീപത്തായി തന്നെയാണ് ടിപ്പുവിൻ്റെ വിശ്വസ്തനായ സൈനികരുടെ ശവകുടീരങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ സൈന്യത്തോടുള്ള കരുതൽ വ്യക്തമാക്കുന്നു. ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ലാൽ ബാഗ് എന്ന ഉദ്യാനത്തിൻ്റെ നടുവിലാണ്.